മൂളി വരുന്ന മുളം കാറ്റിൽ ഒരു കുമ്പിൽ മലരുണ്ടോ, മലരതിൻ്റെ ഇടനെഞ്ചിൽ പിരിയും നിനവില്ലയോ. മലൈക്കോട്ട വാലിയിൽ അതിലെ സിറ്റുവേഷൻ, അതിലെ സംഭവം എന്തായിരുന്നു? അതിനകത്ത് ശരിക്കും ഞാൻ പാടി പിന്നീട് എനിക്ക് തോന്നുന്നു വേറെ ഗായകൻ്റെ വോയിസിൽ അത് ആണ് സിനിമയിൽ വന്നത്. അത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. ഇന്നു നിന്റെ മന്ദിരത്തിൻ സുന്ദരമാ ഗോപുരത്തിൽ മാമകരാങ്കുലി ചുംബനലകരിയിൽ പ്രേമ സംഗീതമായി പുറത്തു വന്നു. ഏറ്റവും വലിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ മുതൽ സംഗീതം ചെയ്തിരുന്ന എന്താ പറയുന്നത് ദക്ഷിണാമൂർത്തി സ്വാമികളുടെ കൂടെ, അതൊരു വലിയ ഭാഗ്യമാണ് അല്ലേ? വസന്തത്തിന്റെ കനൽ വഴി. അപ്പം ആ പുള്ളിയായിട്ടുള്ള ഒരു ഇതൊന്ന് പറയൂ. അത് അദ്ദേഹം പക്ഷേ സ്വാമി അതിനു മുമ്പ് ഒരുപാട് ഞങ്ങൾ ഒരുമിച്ച് പാട്ടല്ല ഞങ്ങൾ ഒരുമിച്ച് ആകാശവാണിയിലെ വർക്കുകൾക്കൊക്കെ ഞാൻ സ്വാമിയെ കൊണ്ട് പാട്ടുകൾ ചെയ്യിപ്പിക്കുകയും അങ്ങനെ വളരെ അടുപ്പമുണ്ട് ആദ്യമല്ല. പക്ഷേ ഏറ്റവും രസം അതല്ല, 1952 അത് 54 കാലഘട്ടത്തിൽ എൻ്റെ അമ്മയെ സ്വാമി ഒരു പാട്ട് പാടിച്ചിട്ടുണ്ട് സിനിമയിൽ. ലളിതാ തമ്പി, അമ്മ പാട്ടുകാരിയായിരുന്നു. ലളിതാ തമ്പി എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അമ്മ പാടിയിട്ടുണ്ട്. ആ അദ്ദേഹം ഒരു 50-60 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 50 വർഷത്തിന് ശേഷം എന്നെ മകനെ പാടിപ്പിക്കുന്നു. ഭയങ്കര ഹിസ്റ്ററിയാണ്. പക്ഷേ ഈ പാട്ട് പാടുന്ന സമയത്ത് അദ്ദേഹം അവിടെ ചെന്നൈയിലായിപ്പോയി. പക്ഷെ പാട്ട് അയച്ചു തന്നു. ഞങ്ങൾ ഇവിടുത്തെ അയച്ചു തന്നിട്ട് അതുപോലെ പാടാൻ പറഞ്ഞിട്ട് അങ്ങനെ പാടുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒരു മൊമെന്റ് ഓർക്കുക. ഒരുപാട് ഈ പാട്ട് പാടുന്നതിന് അല്ലെങ്കിൽ പോലും നേരത്തെ അല്ലാതെ തന്നെ ആകാശവാണി വെച്ച് തന്നെ ഒരുപാട് അദ്ദേഹത്തിന് മനസ്സിന് തൃപ്തിയുള്ള ആർട്ടിസ്റ്റിനെ കിട്ടണം. അത് തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കുമല്ലോ. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇതുവരെ അദ്ദേഹം പാടി നമ്മളെ എന്താ അതുപോലെ നമ്മളെ പാടി അത് നമുക്ക് എങ്ങനെയാണ് അദ്ദേഹം ഇത് പാടുന്നത് നമ്മൾ അതിശയിച്ചു പോകും. ആ വരിയുടെ അർത്ഥത്തിനനുസരിച്ചാണ് അദ്ദേഹം ആ സ്വരങ്ങളെ അങ്ങനെ ആക്കിക്കൊണ്ടു തരും. അത് വലിയൊരു കഴിവാണ് അദ്ദേഹത്തിൻ്റെ. ആകാശവാണി വരുമ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസാണ്. അദ്ദേഹം ലളിതഗാനങ്ങളുടെ വരി എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിങ്ങനെ വായിച്ച് നോക്കിയിട്ട് ആ നിമിഷമാണ് സംഗീതം പകരുന്നത്. അത് അതിനകത്തുള്ള ഓരോ വാക്കുകൾക്കും അനുസരിച്ചുള്ള ആ വികാരം കൊടുത്താണ് അദ്ദേഹം പാടിത്തരുന്നത്. നമ്മൾ ഞെട്ടിപ്പോവും. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മളൊക്കെ നമിച്ചു പോകുന്നുള്ളത്. ഇങ്ങനെയുള്ള മഹാഗുരുക്കന്മാരെ നമുക്ക് കാണാൻ പറ്റുക, അവരോടൊപ്പം ഇരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. പിന്നെ ഉള്ളത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിൽ ബിജിപാലിൻ്റെ കൂടെ ഉള്ള ഒരു അതെല്ലാം ഈ അതിലാണ് ആദ്യമായിട്ട് ബിജിപാലിൻ്റെ കൂടെ പാടുന്ന ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ. അല്ലല്ല, അതിനു മുമ്പ്, അതായത് ഈ കാറ്റേ ഇറങ്ങിയതിന് ശേഷം ദൈവത്തിൻ്റെ സ്വന്തം ക്ലീറ്റസ് മമ്മൂക്കയുടെ പടം, അതിനകത്ത് ഇതുപോലെ നാടകം ബേസ്ഡ് ആണല്ലോ എൻ്റെ കഥ. അപ്പോൾ അതിനകത്ത് ആ സിനിമയിൽ എനിക്കൊരു അവതരണ ഗാനം പോലത്തെ നാടക അവതരണ ഗാനം ആദ്യം വിളിക്കുന്നത് അല്ലേ. അതിനകത്ത് ഞാനും പാടി സെയിം സോങ് തന്നെ ഗണേഷ് സുന്ദരം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ രണ്ടും സിനിമയിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ. അതിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങുമായിട്ട് അങ്ങനെ ആ പാട്ട് ഓർമ്മയുണ്ടോ? അത് നവയുഗയവനിക ഞൊടികൾ വിടത്തി പ്രകാശതിലകം ചാർത്തി മനുഷ്യ ജീവിത കഥാനുഗായിക ഇതിലേ വരുമോ ഇനിയും എന്ന് പറയുന്നത് നല്ല ഈ നാടക അവതരണ ഗാനം പോലെ നല്ല രസമുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ 2 വർഷത്തിന് ശേഷം അതും ഇതുപോലെ ഞാൻ എവിടെയോ എന്തോ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 10-11 മണി ആകാറായി. വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചിട്ട് എണീക്കുമ്പോഴത്തേക്കും ബിജിപാലിൻ്റെ കോള് വരുന്നു. പക്ഷേ ഒരു പാട്ട് അത്യാവശ്യം പാടിത്തരണം. ഞാൻ പറഞ്ഞു അത്യാവശ്യം ഞാൻ ഏകദേശം അത് റഫ് വേണം പുള്ളിക്ക്, പിന്നീടത് എടുക്കാം. അത്യാവശ്യം രേവട്ടൻ്റെ വോയിസിൽ ആ സോങ് വേണം. അപ്പം ഞാൻ ട്രാക്ക് അയച്ചിട്ടുണ്ട്. അത് കേട്ടിട്ടൊന്ന് ഇവിടെ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ തൽക്കാലം റഫായിട്ടൊന്ന് പാടി എനിക്ക് അയച്ചു തരിക. പിന്നീട് നമുക്കത് പക്ഷേ ഇപ്പം പിറ്റേ ദിവസം കൊടുക്കാനുള്ളതാണ്, ഇപ്പം വേണം. ഈ രാത്രി 11 മണിക്ക് ശേഷം സ്റ്റുഡിയോ ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ അന്വേഷിച്ച് 2-3 ഇടത്തൊക്കെ വിളിച്ചു ചോദിച്ചു. എല്ലാവരും അടച്ചിട്ട് പോയി. ഒരിടത്ത് കിട്ടിയ എൻ്റെ രാജീവ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിൻ്റെ സ്റ്റുഡിയോ നിസര, അവിടെ ചെല്ലുന്നു.
ഈ ട്രാക്ക് ഇട്ടിട്ട് അതുപോലെ പാടി. അപ്പോൾ ഞാൻ ഈ പാടി അയച്ചു തന്നല്ലേ, എന്നാലും ഞാൻ വളരെ ഭംഗിയാക്കി അതങ്ങനെ പിന്നെ ഓർമ്മപ്പൂവേ പോരു ഓമൽ പൂവേ പോരു അങ്ങനെ ഇതൊക്കെ ഇട്ട് അയച്ചു. രാമേട്ട നമുക്ക് ഇങ്ങനത്തെ ഒന്നും വേണ്ട, പ്ലെയിനായിട്ട് പാടി തന്നാൽ മതി, അങ്ങനത്തെ ഒരു ടേക്ക് വേണം. ഓർമ്മപ്പൂവേ, ഇപ്പോൾ പാടിയിരിക്കുന്നത് ഓർമ്മപ്പൂവേ പോരു ഓമൽ പൂവേ പോരു, അതാണ് സിറ്റുവേഷൻ വേണ്ടത്. എനിക്കറിഞ്ഞുകൂടല്ലോ സിറ്റുവേഷൻ, ഞാനത് ഓർമ്മപ്പൂവേ പോരു ഓമൽ പൂവേ പോരു എന്നാ പറഞ്ഞ് അതിൻ്റെ ഒന്നും കാര്യമില്ല. ചേട്ടൻ പ്ലെയിനായിട്ട് പാടി അങ്ങനെ പാടി അയച്ചു കൊടുത്തു. അപ്പം അത് വച്ചിട്ട് പിന്നെ രണ്ടാമത് അത് ചെയ്തു. ആ ഒരു പാട്ട് ശരിക്കും നല്ല രസമായിട്ടുള്ളൊരു പാട്ടായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ബിജുപാലിൻ്റെ 2 പാട്ട് പാടി. അതെ, 2 പാട്ട്. പക്ഷേ നേരത്തെ ഒരു ഇത് പറഞ്ഞല്ലോ, നമ്മൾ പലപ്പോഴും പാടിയ പാട്ട് സിനിമയിൽ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വരാതിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ അത് ഏതാണ് അങ്ങനത്തെ ഒരു? നമ്മളത് ഷാൻ റഹ്മാനും അതുപോലെ തന്നെ ഗോപി സുന്ദറും ചെയ്ത 2 സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ. ഗോപി സുന്ദറിൻ്റെ ഒരു നല്ലൊരു രസമുള്ളൊരു പാട്ട്, അത് ഇതുപോലെ റെക്കോർഡ് ചെയ്തു. അതിൻ്റെ പല വേർഷൻസ് എന്നെ കൊണ്ട് പാടിച്ചു. അപ്പോൾ അത് ഓക്കെ ആക്കി. അപ്പോൾ അത് കൺഫേം ചെയ്തു. പാട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്തു. അത് സിനിമയ്ക്ക് റെഡി ആയിട്ടുണ്ട്, അയച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സിനിമ വരുമ്പോൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ഈ ഷൂട്ടിങ്ങിനായിട്ട് അവരുടെ വോയിസിൽ തന്നെ ചിലപ്പോൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കുമല്ലോ, സംഗീത സംവിധായകൻ്റെ ശബ്ദത്തിൽ തന്നെ ട്രാക്ക്, ജസ്റ്റ് ഷൂട്ടിംഗ് പർപ്പസ് അല്ലേ. ഇതിങ്ങനെ ഇവർ കേട്ട് ഡിസ്കഷൻ്റെ സമയത്തും അല്ലെങ്കിൽ ഈ ഷൂട്ട് പ്ലാൻ ചെയ്യുന്ന സോങ്സ് സിറ്റുവേഷൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവർ ആലോചിക്കുമ്പോഴും എല്ലാം ഒരു 10-100 പ്രാവശ്യമെങ്കിലും ഈ പാട്ടിടും. ഇത് കേട്ട് അവർക്ക് ഇത് മതി, മനസ്സിൽ സംവിധായകന് ഇത് മതി എന്ന് പറയും. എനിക്കത് മനസ്സിലാവും. അപ്പോൾ ഈ പാട്ട് കൊടുക്കുമ്പോൾ അത് വേണ്ട, മറ്റേത് അത് തന്നെ ഉപയോഗിച്ചാൽ മതി. അങ്ങനെ അത് നഷ്ടപ്പെട്ടു. ഷാൻ റഹ്മാനും ഇതുപോലുണ്ടായി. ഞാൻ ഇതുപോലെ ഒരു പ്രാവശ്യം പാടി പാട്ട് റെക്കോർഡ് ചെയ്തു, ഇതുപോലെ കേൾപ്പിച്ച് ഇതേ അവസ്ഥ വന്നു. പക്ഷേ ആ സിനിമയിൽ എന്തോ കാരണം കൊണ്ട് ആ പാട്ട് പക്ഷേ ഉപേക്ഷിക്കേണ്ടി വന്നു. ഷാൻ റഹ്മാൻ പിന്നീട് ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് പറഞ്ഞു, ചേട്ടാ നല്ലൊരു ഞാൻ പറഞ്ഞു നല്ല പാട്ടായിരുന്നു, അത് നമുക്കത് വേറൊരു സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചാലോ. ഞാൻ പറഞ്ഞു പിന്നെന്താ. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ വോയിസിലുള്ള പാട്ടാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ഇതേ അനുഭവം വേറെ ഉണ്ടായി, അതുകൊണ്ട് അത് വേണ്ട, ചേട്ടൻ തന്നെ ലിറിക്സ് എഴുതാൻ പോണേ ഉള്ളൂ, അപ്പോൾ ട്യൂൺ കൊടുക്കണം. അപ്പോൾ ലാ ല ല അങ്ങനെ ആക്കിയിട്ട് ചേട്ടൻ്റെ വോയിസ് തന്നെ റെക്കോർഡ് ചെയ്ത് തരൂ, അത് നമുക്ക് കേൾപ്പിച്ചാൽ മതി. അങ്ങനെ കേൾപ്പിച്ച് വരികൾ ചേർത്ത് അവരെ കേൾപ്പിക്കുന്നു. ആ പാട്ട് റെക്കോർഡ് ചെയ്യുന്നു. പക്ഷേ പിന്നെ ഈ പറയുന്ന പോലെ ലാസ്റ്റ് മിനിറ്റ് സിനിമയുടെ പേരൊന്നും ആദ്യമേ അവർ തീരുമാനിക്കുന്നില്ല. ആ സിനിമയിൽ ഫിലിമിൻ്റെ ലെങ്ത് കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ ആ പാട്ട് കട്ട് ചെയ്ത് പോയി. അങ്ങനത്തെ കുറേ അനുഭവങ്ങളുണ്ട്. അത് കുറേ അങ്ങനെ ഉണ്ട്. മലൈക്കോട്ട വാലിയിലെ സിറ്റുവേഷൻ, അതിലെ സംഭവം അതിനകത്ത് ശരിക്കും ഞാൻ പാടി പിന്നീട് എനിക്ക് തോന്നുന്നു വേറെ ഗായകൻ്റെ വോയിസിൽ അത് ആണ് സിനിമയിൽ വന്നത്. അത് അവർ അറിയിച്ചോ? അറിഞ്ഞില്ല, അത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. പക്ഷെ അത് അവർക്ക് പറയാൻ കാരണങ്ങൾ കാണും. ഈ വോയിസ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് തോന്നി സൂട്ടാവുന്നില്ല, മറ്റേ വോയിസ് എടുത്തു. അറിഞ്ഞില്ല. അതിങ്ങനെ ഒരുപാട് ഫീൽഡിൽ ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ഇപ്പോൾ സെല്ലുലോയിഡ് ആണ് നമ്മൾ ആദ്യമായിട്ട് നല്ലൊരു പാട്ട് പാടി വരുന്നത്, കമൽ സാറിൻ്റെ സിനിമ. ഇതേ കമൽ സാറിൻ്റെ നടൻ എന്ന സിനിമയിൽ വയലിൻ മാന്ത്രികൻ ഔസേപ്പച്ചൻ സാറിൻ്റെ ഒരു മനോഹരമായ സോങ് പാടാൻ കഴിയുമ്പോഴാണ്. അതെങ്ങനെയായിരുന്നു ഔസേപ്പച്ചൻ സാറുമായിട്ടുള്ള ഒരു അനുഭവം? അത് കമൽ സാറാണ് എന്നെ റെക്കമെൻഡ് ചെയ്തത്. എനിക്കറിയില്ലായിരുന്നു. ഞാനും വൈക്കം വിജയലക്ഷ്മിയും ഈ നാടൻ എന്നുള്ള സിനിമയ്ക്ക് വേണ്ടി പാടണം എന്ന് അദ്ദേഹമാണ് തീരുമാനമെടുത്തത്. അങ്ങനെ ഔസേപ്പച്ചൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പാടിപ്പിക്കുകയായിരുന്നു. എനിക്ക് അന്ന് കുറച്ച് നല്ല ചുമയും ഒക്കെ ഉള്ളൊരു സമയത്തായിരുന്നു. തൊണ്ട ഭയങ്കര ചുമച്ച് പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് പാടേണ്ടി വന്നത്. അപ്പോൾ കുറച്ച് സമയമെടുത്തു പാടി. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിച്ചാണ് ആ പാട്ട് ഭംഗിയായിട്ട് വന്നു. അത് പക്ഷേ എന്നാലും അത് നമുക്ക് തൊണ്ടയൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നെങ്കിൽ കുറേ കൂടെ അത് ഭംഗിയാക്കാമായിരുന്നു എന്ന് പിന്നീട് തോന്നും. പക്ഷെ നിവൃത്തിയില്ല. കാരണം ഇത് 1 മാസത്തോളം നീണ്ടു നിന്നു ഈ ചുമ. അങ്ങനെ തന്നെ എനിക്ക് അതേ സമയത്താണ് മദ്രാസിൽ ഡി ഇമ്മാൻ എന്നെ പാടാൻ വിളിക്കുന്നത് തമിഴ് ചിത്രത്തിന് വേണ്ടി. അന്നത്തെ നല്ലൊരു ചിത്രമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഒരു ഹിറ്റ് ഫിലിം. അതിന് ഇതുപോലെ പാടാൻ നിൽക്കുമ്പോൾ
ചുമച്ച് പാടാനേ പറ്റുന്നില്ല, സിവിയറായിപ്പോയി. പക്ഷെ അന്ന് വൈകുന്നേരം അവർക്ക് ട്രാക്ക് കൊടുക്കണം. അപ്പം കുറേ കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ ചോദിച്ചു എന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാണ്, ചെന്നൈയിൽ പോയല്ലേ? ചെന്നൈ പോയി. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാനാണ്, എൻ്റെ ശബ്ദം നിവൃത്തിയില്ല. ഞാൻ തന്നെ പറഞ്ഞു താങ്കൾ ക്ഷമിക്കുക, വേറെ ആരെങ്കിലും കൊണ്ട് പാടിച്ചോളൂ. ഈ നടനിലെ പാട്ട് ഓർമ്മയുണ്ടോ? പിന്നെ അതൊന്ന് നമുക്ക് കുറച്ച് നോക്കാം. മൂളി വരുന്ന മുളം കാറ്റിൽ ഒരു കുമ്പിൽ മലരുണ്ടോ, മലരതിൻ്റെ ഇടനെഞ്ചിൽ പിരിയും നിനവില്ലയോ, ആ നിനവിൻ നിഴലില്ലയോ, മൂളി വരുന്ന മുളം കാറ്റിൽ. നല്ല പാട്ടാണ്. ഇതിലിപ്പോൾ നമ്മളിപ്പം ഈ പറഞ്ഞ ലെജൻസ് ആയിട്ടുള്ള കുറേ ആൾക്കാരുടെ പാട്ടാണ് ഞാൻ മെൻഷൻ ചെയ്ത് ചോദിച്ചത്. അല്ലാണ്ട് കുറച്ച് പാട്ടുകളും പാടിയിട്ടുണ്ട്. അതിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് നമ്മൾ ആരുടെ കൂടെ ചെയ്തതാണ്? എന്തെങ്കിലും ഒരു പ്രത്യേക അനുഭവം ഉള്ള കിട്ടുന്നത്? അല്ല, ഇതുപോലെ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ പാട്ടുകൾ പാടാൻ അവസരമുണ്ടായി. ഇതുപോലെ തന്നെ ഈ അടുത്തിടെ റിലീസ് ചെയ്ത വയസ്സെത്രയായി 30 എന്ന് പറയുന്ന ഒരു ചിത്രം, അതിലും നല്ലൊരു പാട്ട് പാടാൻ കഴിഞ്ഞു. അത് കൈതപ്രം ആണ് എൻ്റെ ഗാനരചന. സംഗീതം നൽകിയിരിക്കുന്നത് സിബു സുകുമാരൻ എന്ന് പറഞ്ഞിട്ട്. അത് സ്വപ്നസുന്ദരി സ്വപ്നസുന്ദരി കണ്ട നാൾ മുതൽ എൻ്റെതാണ് നീ പ്രേമത്തട്ടലാറ്റ, അങ്ങനെ നല്ല രസമുള്ളൊരു പാട്ട് പാടി. അത് പാടി, അത് റിലീസായി. ഇനി ചേട്ടൻ്റെ ഈ പറഞ്ഞ പാട്ടുകളല്ലാണ്ട് യേശുദാസിൻ്റെ അല്ലെ എം ജയചന്ദ്രൻ്റെ അല്ലെ എം ജി ശ്രീകുമാറിൻ്റെ വേണുഗോപാലിൻ്റെ ഒക്കെ ഇഷ്ടപ്പെട്ട് എപ്പോഴും പാടാൻ ആഗ്രഹിക്കുന്ന അല്ലെ സ്റ്റേജിലൊക്കെ ഒരുപാട് പാടിയിട്ടുള്ള ഏത് പാട്ടാണ്? അയ്യോ, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇവരുടെ ഏത് പാട്ടാണ് ഇഷ്ടമല്ലാത്തതെന്ന് തോന്നിപ്പോകും. സ്ഥിരമായിട്ട് ആൾക്കാർ പ്രേക്ഷകർ പറയുമല്ലോ ഗാനമേളയൊക്കെ പോകുമ്പോൾ. അല്ലാതെ ഞാൻ എൻ്റേതായിട്ടുള്ള പഴയ പാട്ടുകൾ പാടുമ്പം മിക്കവാറും എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്ന 1-2 പാട്ടുകൾ ബാബുക്കയുടെ ഒരു പാട്ടുണ്ട്. കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ ഞാൻ, ഇന്നു നിന്റെ മന്ദിരത്തിൻ സുന്ദരമാ ഗോപുരത്തിൽ കണ്ണീരും സ്വപ്നങ്ങളും. ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പലയിടത്ത് പോകുമ്പോഴത് പാടാൻ. ബാബുക്ക മ്യൂസിക് പാടിയതാരേ? ദാസേട്ടൻ. അയ്യോ, പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾ. അതുപോലെ തന്നെ പി ഭാസ്കരൻ മാസ്റ്ററുടെ മറ്റൊരു പാട്ട് ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം പകർന്നത്. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു, മാമകരാങ്കുലി ചുംബനലകരിയിൽ പ്രേമസംഗീതമായി പുറത്തു വന്നു. വരികളല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ മെൻഷൻ ചെയ്ത വരികൾ. അന്നത്തെ വരികൾ നമുക്ക് ഇന്നും ഓർത്തു വയ്ക്കാൻ പറ്റുന്നു അല്ലേ? ഭയങ്കര. ഇതൊക്കെ ആണെങ്കിലും എനിക്ക് വലിയൊരു ഭാഗ്യം എന്ന് പറയുമ്പോൾ ദാസേട്ടനെ കൊണ്ട് എൻ്റെ ചെറിയൊരു സംഗീതം അതിനെപ്പറ്റി ഒന്ന് പറയണം. അത് ഇവിടെ ഈ നഗരത്തിൽ എന്ന് പറയുന്ന ഒരു ചിത്രം, അത് സംവിധാനം ചെയ്തതും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് എൻ്റെ ഒരു സുഹൃത്തു കൂടെയായ പത്മേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ആകാശവാണി വെച്ചുള്ള പരിചയമാണ് ഞങ്ങൾ രണ്ടുപേരും. അദ്ദേഹം ഇതുപോലൊരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നു, കുറച്ചൊരു സോബറായിട്ടുള്ള, കുറച്ചൊരു ദുഃഖഛായയുള്ളൊരു കവിത. അപ്പോൾ ഇതൊന്ന് സംഗീതം നൽകി കൊടുക്കാമോ എന്നൊന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാനത് ഒരു ട്യൂണൊക്കെ ഇട്ട് അന്ന് കൊടുത്തിരുന്നു. അപ്പോൾ ഞാനത് മറന്നുപോയി, പുള്ളി സൂക്ഷിച്ച് വെച്ചിരുന്നു. ഈ സിനിമ എടുക്കുന്ന സമയത്ത് പ്രസാദ് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നു, സാർ നമുക്ക് ഈ പാട്ട് ഇതിനകത്ത് ചേർത്താലോ? ഞാൻ പറഞ്ഞു പിന്നെന്താ, ചേർക്കാം, ഒരു കുഴപ്പമില്ല. അപ്പം അപ്പോൾ അവിടെ തീരുമാനിക്കുന്നു അവരിത് ചെയ്യാമെന്ന്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വിളിച്ചിട്ട് അത് വേറൊരു പ്ലാൻ ഇങ്ങനെ, സാർ അത് യേശുദാസിനെ കൊണ്ട് പാടിപ്പിച്ചാലോ എന്നൊരു പ്ലാൻ. അപ്പോൾ അതിനെന്താ, ഇത് ഞാൻ പാടി വെച്ചത് കൊടുത്തിരിക്കുക. ഞാൻ പറഞ്ഞു എന്തോന്ന് പ്രസാദ്, ദാസാറ് പാടുന്നുണ്ടെങ്കിൽ അതിനപ്പുറം ഇനി എന്താണ്? ഞാൻ പറഞ്ഞു എൻ്റെ ട്രാക്ക് എടുത്ത് കളയും, എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അവർ എന്നെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കാൻ പോവില്ല, അദ്ദേഹത്തെ വർഷങ്ങളോളമുള്ള പരിചയമുണ്ട്, വളരെ വർഷങ്ങളായിട്ടുള്ള പരിചയം, അച്ഛൻ വഴിയും
അല്ലാതെയൊക്കെ ഒരുപാട് പരിചയമുണ്ട്. ആരുടെ അച്ഛൻ? എൻ്റെ അച്ഛൻ സംഗീതജ്ഞനായിരുന്നു, ചേർത്തല ഗോപാലൻ നായരെന്ന് പറയുന്നത്. ഓ അത് ശരി. അപ്പോൾ അവരൊക്കെ തമ്മിൽ നല്ല പരിചയമുള്ളവരാണ്. അപ്പോൾ ഇവരെ അന്വേഷിക്കുന്നു, പാട്ട് അയച്ചു കൊടുക്കാൻ പറയുന്നു. പാട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് പാട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ഒരാഴ്ച റെക്കോർഡിംഗ് ഫിക്സ് ചെയ്യുന്നു. അത് AR റഹ്മാൻ്റെ സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ് എടുക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ ഇത് അതിശയിച്ചിരിക്കുകയാണ്. അപ്പോൾ ചെല്ലുന്നു, നമ്മൾ ഓരോന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഓരോരുത്തർ നമ്മളെ ദാസാറിനെ കുറിച്ചൊക്കെ ഓരോന്ന് പറയുന്നതും അത് കേൾക്കുമ്പോൾ സങ്കടം തോന്നും. 7 മണിക്കാണ് റെക്കോർഡിങ് വെച്ചിരിക്കുന്നത്. 7 അടിക്കുന്ന സമയത്ത് അദ്ദേഹം വണ്ടിയിൽ സ്റ്റുഡിയോയുടെ നടയിൽ എത്തിക്കഴിഞ്ഞു. എത്ര വർഷങ്ങളായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന, എന്നും ഒരുപക്ഷെ 8ഉം 10ഉം സ്റ്റുഡിയോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. 7 അടിക്കുമ്പോൾ അദ്ദേഹം സ്റ്റുഡിയോയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം അകത്ത് കയറി, ഓരോ മൂഡാണ് അദ്ദേഹത്തിൻ്റെ. അപ്പം ഞങ്ങളിങ്ങനെ ഈ പാട്ടിൻ്റെ വരികൾ പല സൈസിൽ ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് വരികൾ റെഡിയാക്കി വെച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് 2 ട്രാക്ക് ഞങ്ങൾ കൊണ്ടുപോയിരുന്നു. ഒന്ന് ഈ പറയുന്ന D എന്നുള്ള ശ്രുതിക്കാണ് ഞാൻ പാടിയിരുന്നത്. കുറച്ച് ഹൈ പിച്ചാണ്. അതിൻ്റെ ലോ പിച്ചും കൂടെ ഞങ്ങൾ എടുത്തു വെച്ചു. കാരണം നമ്മളെ ഈ ബുദ്ധിയില്ലാതെ പ്രവർത്തിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്നത് ദാസാറിന് ഈ 80 എത്രയും വയസ്സായി, അപ്പോൾ ഇനി ബുദ്ധിമുട്ടാവുമോ ശബ്ദത്തിന് എന്ന് വിചാരിച്ചിട്ടാണ് കുറഞ്ഞ ശ്രുതിയിലും കൂടെ ഞാൻ ഡിക്ക് പാടാം എന്ന് പറഞ്ഞു. പുള്ളിക്ക് അതൊന്നും പ്രശ്നമല്ല, അത് നമ്മുടെ കുഴപ്പമാണ്, ചിന്തയുടെ. അപ്പോൾ ഇതെന്താ? ഞാൻ പറഞ്ഞാൽ വരികളൊന്നും വേണ്ട, പറഞ്ഞാൽ മതി, ഞാൻ എഴുതിയെടുക്കാം. ഞാൻ അതിശയിച്ചു പോയി. അദ്ദേഹം ലാപ്ടോപ്പിൽ അദ്ദേഹം പെൻ കൊണ്ട് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടാണ്. എന്നിട്ട് പറഞ്ഞ ട്രാക്ക് ആരാ പാടിയിരിക്കുന്നത്? ഞാൻ പറഞ്ഞു ഞാനാണ്. കുഴപ്പമില്ല, അത് കേട്ട് ഞാൻ പാടിക്കോളാം എന്ന് പറഞ്ഞു. അത് വച്ചിട്ട് അദ്ദേഹം കേട്ട് 2 വരി കേൾക്കുന്നു, അപ്പം പാടുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ ഇപ്പുറത്തെ കൺസോളിലിരിക്കുക. അത് AR റഹ്മാൻ്റെ സ്റ്റുഡിയോ. കൺസോൾ എന്ന് പറയുന്നത് ഇതിൻ്റെ 2 വലിപ്പമുണ്ട്. നമ്മൾ കൺസോൾ മാത്രം നമ്മൾ ഇവിടെ ഇരുന്ന് ഒരെണ്ണം ഒരു കീ അമർത്തിയാൽ അടുത്ത തവണ എണീറ്റ് പോയി അവിടെ അമർത്തണം. അത്രയും വലിയ കൺസോളും ഭയങ്കര വലിയ സ്റ്റുഡിയോയും. അപ്പോൾ ഞാനവിടെ ഇരിക്കുമ്പോൾ ആദ്യം എൻ്റെ വോയിസ് കേൾക്കുമല്ലോ, അദ്ദേഹം കേട്ട് നോക്കുന്നതാണ് എൻ്റെ. അപ്പോൾ അതിങ്ങനെ ആ വരി കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ 8 ഇഞ്ചോ 10 ഇഞ്ചോ പൈപ്പിൽ നിന്ന് മുഴുവൻ വെള്ളം ഇങ്ങ് വരുന്നൊരു എഫക്റ്റ് ഉണ്ടല്ലോ. മറ്റേതിങ്ങനെ എൻ്റെ ശബ്ദം ആ 8 ഇഞ്ച് 10 ഇഞ്ച് പൈപ്പിൽ നിന്ന് ഇങ്ങനെ തുള്ളിയായിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു പ്രവാഹം. ശരിക്കും ഒക്കെ ഒരു അനുഭവമാണ്. അതിമനോഹരമായിട്ട് അദ്ദേഹം പാടി തന്നു. വളരെ നല്ല മൂഡിലായിരുന്നു. പക്ഷേ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചിലടത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം കേട്ടോ, എൻ്റെ അടുത്ത്. എവിടെ ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പം പുള്ളിക്ക് തന്നെ അറിയാം, ചില പോർഷൻ എത്തുമ്പം ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കും, ഒന്നുകൂടെ പാടണം അല്ലേ? ഞാൻ ചേട്ടാ അല്ല സാറെന്ന് വിളിക്കണ്ട, ദാസേട്ടാന്ന് വിളിച്ചാൽ മതി. ശരി. പുള്ളി തന്നെ കറക്റ്റ് ചെയ്യും. ഞാൻ ഒന്നുകൂടെ പാടാം, അത് ശരിയായില്ല. അത് പല ഞാൻ നേരിട്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ചിലർ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ സംഗീത സംവിധായകൻ ആദ്യമായിട്ടായി കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ പോകും. അതങ്ങനെയല്ല കേട്ടോ, ദാസേട്ടാ അതിങ്ങനെ പാടൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം പുള്ളി നാച്ചുറലി നമ്മളാണെങ്കിലും വിഷമിച്ചു പോകും. അതൊന്നും പറയേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് അറിയാം ഏത് പാട്ട് എങ്ങനെ. കാരണം ഒരു 10,000-6,000 സംഗീത സംവിധായകരുടെ കേരളത്തിൽ മിനിമം അദ്ദേഹം പാടിയിട്ടുള്ളതാണ്. ഓരോരുത്തർ എങ്ങനെ ചെയ്യുന്നു അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ ഒന്നും വേണ്ടിയിട്ടില്ല, അദ്ദേഹം നമ്മളെ മനസ്സിലെങ്ങനെ ഉദ്ദേശിച്ചോ അതുപോലെ അതിമനോഹരമായിട്ട് പാടിത്തന്നു. അത് കഴിഞ്ഞ് ഒരുപാട് പാട്ടിനെ കുറിച്ചുമൊക്കെ 2-2.5 മണിക്കൂർ പുള്ളി അവിടെ ഇരുന്ന് സംസാരിച്ച് രാത്രി ഒരു 10-10:30 ആയപ്പോഴാണ് പുള്ളി പോകുന്നത്. അത്ര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും പറഞ്ഞാൽ സ്വന്തം ശബ്ദത്തിലെ പാട്ട് കേൾക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് വലുതാണല്ലേ ദാസന്റെ ശബ്ദത്തിൽ പാടാൻ. യാതൊരു സംശയം. അത് അന്നും ഇന്നും അതിനെ ഒന്നും മാറ്റി വെച്ചിട്ടൊന്നും തൽക്കാലം ഇതുവരെ ആരും വന്നിട്ടില്ല.